Allah. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala sahibi shara'il qaveem wal manhajil mustaqim Muhammadin wa ala alihi wa ashabihi wa man tabi'ahum bi ihsanin ila yawmiddin amma ba'd. Ittaqullaha ibadallah. ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥിനികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അനുഗ്രഹീതമായ ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സംതൃപ്തനാണ്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടക സുഹൃത്തുക്കൾക്ക് എൻ്റെ നിസ്സീമമായ കൃതജ്ഞത ആദ്യമായി രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിനെ അതിരും എതിരുമില്ലാതെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. നമ്മളൊരു പഠന സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പിരീഡ് കഴിഞ്ഞൊരു രണ്ടാം പിരീഡാന്ന് പറയാം അല്ലേ? അധ്യാപകർ വരുമ്പോൾ സാധാരണ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ അതിന് അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു അവസരം ഞാൻ തരാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഓക്കെ, എല്ലാവരും ചെയർ ഫില്ല് ചെയ്തുകൊണ്ടല്ലോ, സൊഫ് ശരിയാക്കി തന്നെയല്ലേ നിൽക്കുന്നത് അല്ലേ? ആ ഫുള്ളാക്കി നിൽക്കുക. ഓക്കെ, ഇരിക്കാനായിട്ടില്ല. ഞാൻ 1 2 3 എന്ന് പറയും. 3 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൊട്ട് പിന്നിലുള്ള ആളുകൾക്ക് നിങ്ങൾ കൈ കൊടുക്കുക. 1 2 3 പിന്നില്ല. ഓക്കെ, നല്ല അനുസരണമുള്ള കുട്ടികളാണ്. സിഡാ, എല്ലാവർക്കും നല്ല അനുസരണമുണ്ട്. അപ്പൊ ഇതെന്താണോ, ഈ പ്രത്യേകിച്ച് പഠനവേദികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിയടങ്ങിയല്ലോ? ഓക്കെ, പഠനവേദികളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് തന്നെയാണ് കേട്ടാലും ഉടൻ അനുസരിക്കുക എന്ന രീതി ഉണ്ടാകരുത്. അതിനെന്ത് പറയില്ല? പഠനം എന്ന് പറയില്ല. എന്താണോ കേട്ടത് അത് കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി അത് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ, അതിന്റെ റിസൾട്ട് എന്താണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാനും സദസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. ഞാനൊരു വലിയ ആളൊന്നുമല്ല. അപ്പൊ ഏതായാലും അപ്പൊ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജീവിതയാത്ര എന്ന ഒരു വിഷയത്തെ അധികരിച്ച്, അതൊരു ടൈറ്റിലായിട്ട് പറയാമെങ്കിൽ അതിനെ അധികരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. നമുക്കറിയാം, ജീവിതം അത് സുദീർഘമായ ഒരു യാത്ര തന്നെയാണ്. മാത്രവുമല്ല, അതൊരു വലിയ അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു പരദേശിയെ പോലെ കഴിഞ്ഞുകൂടണം, ഒരു വിദേശിയെ പോലെ. ഔ ആബിറു സബീൽ, അല്ലെങ്കിലോ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം നീ കഴിഞ്ഞുകൂടേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും അല്ലേ? ഇടക്കിടക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ വഴിയാത്രക്കാരാണ്, അല്ലെങ്കിൽ വിദേശികളാണ്. കാലാകാലം കഴിഞ്ഞുകൂടാനുള്ള നമ്മുടെ സ്വദേശത്തേക്ക് യാത്ര പോകേണ്ടവരാണെന്നർത്ഥം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, മാ അന ഇല്ലാ കറാകിബിൻ ഇസ്തലല്ല തഹ്ത ഷജറ. ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു യാത്രക്കാരനാണ്. യാത്രാമധ്യേ ഒരു വലിയ മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നവനെ പോലെയാണെന്ന്. ഒരു മരച്ചുവട്ടിലുള്ള വിശ്രമമാണ് എന്ത്? അൽ ഹയാത്തു ദുനിയ, ദുനിയാവിലുള്ള നമ്മുടെ ഈ ജീവിതം. ഇത്ര വളരെ ലളിത മനോഹരമായ രീതിയിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ച്
പറഞ്ഞു തരുന്നു. ഈ ജീവിതമാകുന്ന യാത്ര എവിടെ നിന്ന് ആരംഭിക്കുന്നു? നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നിട്ടുണ്ടാകുമല്ലോ. ജീവിതമാകുന്ന ഈ യാത്ര എവിടെ നിന്ന് ആരംഭിക്കുന്നു? ജീവിതമാകുന്ന ഈ യാത്രയുടെ അവസാനവും അറ്റവും എവിടെയാണ്? യഥാർത്ഥത്തിൽ ജീവിതത്തിന് ഒരു അവസാനമുണ്ടോ? ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടോ? അന്ത്യമുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആലോചനയ്ക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ ആലോചിക്കാനും ചിന്തിക്കാനും നമുക്ക് എപ്പോഴും പിന്തുണയായി വരേണ്ടത് ചിന്തയുടെ വാതയാനങ്ങളെ, അതിൻ്റെ കവാടങ്ങളെ മലർക്കെ തുറന്നിടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളാകണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ അതിങ്ങനെ പ്രകാശിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. സൂറ അൽ ഇൻസാൻ കേട്ടിട്ടില്ലേ? സൂറ അൽ ഇൻസാൻ കേട്ടിട്ടുണ്ടോ? മനുഷ്യൻ എന്ന അധ്യായം. അതിന് മറ്റൊരു പേരുണ്ട്, പറഞ്ഞോളൂ. അവിടുന്ന് ഉത്തരം വന്നു. സൂറത്തു ദഹർ, മനുഷ്യൻ എന്ന അധ്യായം. അതേപോലെ കാലം എന്ന പേരും ആ അധ്യായത്തിനുണ്ട്. വിശുദ്ധ ഖുർആനിലെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യന് അവൻ പറയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തുവേ ആയിരുന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം വന്നെത്തിയിട്ടില്ലേ എന്നാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന്. വസ്തു, ഷൈ എന്ന് പറഞ്ഞാൽ മാറ്റർ, വസ്തുവാണ്. ഒരു വസ്തു പോലും നമ്മൾ ആയിത്തീർന്നിട്ടില്ലാത്ത ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സൃഷ്ടിക്കപ്പെടണം എന്ന് ആരുടെ മശീഅത്തിലുണ്ട്? അള്ളാഹുവിന്റെ ദൈവഹിതത്തിലും ദൈവനിശ്ചയത്തിലും നാം ഒരു സൃഷ്ടിയായി സൃഷ്ടിക്കപ്പെടണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ കാലം മുതൽ തുടങ്ങുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. നിശ്ചയം മനുഷ്യനെ നാം സൃഷ്ടിച്ചു. എന്തിൽ നിന്ന്? മിൻ നുത്ഫ. നുത്ഫ എന്താണ്? ബീജം. നുത്ഫ ബീജം. മിൻ നുത്ഫത്തിൻ അംശാജ് എന്ന് പറഞ്ഞാൽ ബീജവും അണ്ടവും കൂടിച്ചേർന്നിട്ടുള്ള സൈഗോട്ട്, സിക്താണ്ഡം. അവിടെ നിന്നാണ് നമ്മുടെ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ബീജവും എൻ്റെ മാതാവിൻ്റെ അണ്ടവും കൂടിച്ചേർന്ന സിക്താണ്ഡമായി അത് എൻ്റെ മാതാവിൻ്റെ ഗർഭാശയ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് വളരാൻ തുടങ്ങി. അതിന് ഖുർആൻ പറഞ്ഞ പേരെന്താണ്? അലഖ. അങ്ങനെ നമ്മൾ വളർന്നു വരികയാണ്. നമ്മളെ വളർത്തുന്നവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ തെരഞ്ഞെടുക്കൽ എല്ലാം അതൊരുപാട് വിശദീകരിക്കേണ്ടതാണ്. പരിമിതമായ സമയം ആയതുകൊണ്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നതിനാലും ഞാൻ ചുരുക്കി പറയുകയാണ്. നോക്കൂ, നമ്മൾ നമ്മുടെ മാതാവിന്റെ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് വളരുന്ന സിക്താണ്ഡമായ അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കണം നമ്മൾ. അതാ ഖുർആൻ പറയുന്നത്. ആ സന്ദർഭത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകിയത് ആരാണ്? റഹ്മാനായ റഹീമായ വദൂദായ നമ്മുടെ നാഥനാണ്. അളവറ്റ ദയാപരനാണവൻ, കരുണാമയനാണവൻ, സ്നേഹനിധിയാണവൻ. അങ്ങനെയുള്ള നാഥൻ നമുക്ക് വേണ്ടതെല്ലാം നൽകി. നാം അപേക്ഷിച്ചിട്ടില്ല, നാം പ്രാർത്ഥിച്ചിട്ടില്ല, നമുക്ക് വേണ്ടിയാണ് നൽകുന്നത്. നമ്മെ പോറ്റുന്ന റബ്ബാണവൻ. പടിപടിയായി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ നാഥൻ. അവനാണ് നമ്മളെ കുറിച്ച് അന്ന് മുതൽ അറിയുന്നവൻ. എന്ന് മുതൽ ഞാൻ സൃഷ്ടിക്കപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് മുതൽ എന്നെ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. ഹുവ അഅലമു ബിക്കും. അവനാണ് നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. എന്ന് മുതൽ ഇത് അൻശഅകും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് മുതൽ. നമ്മളൊക്കെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആദം നബി അലൈഹി സ്വലാം മാത്രമാണോ? അല്ല. ഹവ്വ അലൈഹിസ്സലാം മാത്രമാണോ? അല്ല. നമ്മളെല്ലാം. കാരണം ഭൂമിയിൽ ഏതേതെല്ലാം ധാതു ലവണങ്ങളുണ്ടോ, എന്തെന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ, അതെല്ലാം മണ്ണിലുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിലുമുണ്ട്. അള്ളാഹു പറയുന്നത് നോക്കൂ,
ഇത് അൻശഅകും മിനൽ അർദ് വഇദ് അൻതും അജിന്നതും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും. നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിങ്ങൾ ഒരു ഗർഭസ്ഥ ശിശുവായി വളരുന്ന കാലം മുതൽ ഞാൻ നിങ്ങളെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. ആര്? റഹ്മാനായ നാഥൻ. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ആ അള്ളാഹുവിനോട് നമ്മൾ എത്ര നന്ദി കാണിക്കേണ്ടവരാകേണ്ടതാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഒന്നാം ഘട്ടത്തെ മാതാവിന്റെ ഗർഭാശയ കാലഘട്ടത്തിലുള്ള ആ 10 മാസകാലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മുടെ ഒന്നാം ഘട്ടമാണെങ്കിൽ, രണ്ടാം ഘട്ടത്തിലേക്കും നമ്മൾ യാത്ര തുടരുകയാണ്. അതേതാണ്? ഈ പുതിയ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നല്ല ഒരു കുഞ്ഞായി, ഖുർആൻ അങ്ങനെയാ തന്നെയാ പറയുന്നത്, നല്ല ഒരു കുഞ്ഞായി ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവരുന്നു. ആ അവസ്ഥയിൽ ഒന്നും നമുക്കറിയില്ല. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈഅ. ഒന്നും അറിയില്ല. വിശന്നാൽ കരയാനല്ലാതെ നമുക്ക് മറ്റൊന്നും അറിയില്ല. കൈകാലിട്ടടിക്കാനായിട്ടില്ല. അതനക്കാനുള്ള കെൽപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. പിറന്ന ദിവസം നമ്മൾ കരയുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ മാതാവിന്റെ മാറിടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊരുക്കി വെച്ചിട്ടുള്ള മുലപ്പാലാകുന്ന അമൃത് നുകരാൻ വേണ്ടി നമ്മൾ കരയുകയാണ്. മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. ശൈശവം എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? എന്നാൽ വേറെ ഏതൊരു ജീവിയാണെങ്കിലും, ഒരു ആട് പ്രസവിച്ചാൽ അല്ലെങ്കിൽ ഒരു പശു പ്രസവിച്ചാൽ പശുക്കിടാവ് നേരെ എങ്ങോട്ടാ പോകുന്നത്? പശുവിന്റെ തന്റെ അമ്മയുടെ അകിട്ടിലേക്ക് ചെന്ന് അകിട് തലകൊണ്ട് കുത്തി പാല് ചുരത്തിപ്പിച്ച് തനിക്ക് ആവശ്യമായതൊക്കെ ഒന്നാമത്തെ ദിവസം തന്നെ അത് അതിൻ്റെ ജോലി ചെയ്യുന്നു. മറ്റെല്ലാ ജീവികളെയും കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളോ കരയുന്നു, 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 കരയുന്നു. ലാ തഅലമൂന ഷൈഅ. ഒന്നും നിങ്ങൾക്കറിയില്ല കരയാനല്ലാതെ. ഇപ്പൊ നിങ്ങൾ ചിരിക്കുന്നില്ലേ? ഒന്ന് ചിരിക്കുക എല്ലാരും. അതിന് ചിരി എന്ന് പറയില്ല കേട്ടോ. ഓക്കെ, എന്തൊരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോ നോക്കൂ നിങ്ങൾ, ചെറിയ സ്വാതന്ത്ര്യം കൂടി നമ്മള് ഓക്കെ, എന്നാ ചിരി അവസാനിപ്പിക്കുക. ചിരിക്കാൻ എല്ലാവർക്കും കഴിയും. നിങ്ങൾ എന്നാണ് ആദ്യമായി ചിരിച്ചത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. ആലോചിക്കുന്നെങ്കിലും ചെയ്യേണ്ടത് നമ്മൾ. ലക്ഷ്യം, നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. നിങ്ങളൊക്കെ നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ലേ? അല്ലേ? എന്ത് ചെയ്യണം? ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം. ജീവിതത്തിൽ എല്ലാവരും പറയണം. ഈ മൈൻഡ് ട്യൂൺ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ? അതിലൊക്കെ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ആരാകണമെന്ന്? നിങ്ങളുടെ ഗോള് അത് ജീവിതത്തിലുള്ള ഗോളാണ്, ലക്ഷ്യമാണ്. എന്നാൽ നമ്മുടെ തന്നെ ഈ ജീവിതയാത്രയിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ലക്ഷ്യം എന്താണ്? പറഞ്ഞോളൂ. എന്താണ്? എന്ത് നേടണം? ഒന്ന് ഉറക്കെ പറയൂ. ഒന്നും കൂടെ പറയൂ. സ്വർഗം നേടണം. അതാണ്. സ്വർഗം വെറുതെ കിട്ടുമോ? ഇല്ല. എന്ത് വേണം? പണിയെടുക്കണം. വെറുതെ കിട്ടുന്ന ഒന്നുമില്ല. ദുനിയാവിലെ കാര്യം വരെ വെറുതെ കിട്ടൂല. എന്നിട്ടാണോ സ്വർഗത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്നോ? അല്ല, ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അറിഞ്ഞേക്കുക, അല്ലാഹു വിൽക്കാൻ വെച്ചിട്ടുള്ള ഈ വിഭവം ഏറ്റവും വില കൂടിയതാണ്, നല്ല വിലയുള്ളതാണ് സ്വർഗം. അതുകൊണ്ട് എന്ത് കൊടുത്ത് തന്നെ വാങ്ങണം? നല്ല വില കൊടുത്ത് തന്നെ വാങ്ങണം. എന്താണ് നമ്മൾ കൊടുക്കേണ്ട വില? ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു നമ്മിൽ നിന്ന് വിലക്ക് വാങ്ങുന്നു, നമുക്ക് സ്വർഗം തരാം എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് നമ്മിൽ നിന്ന് അല്ലാഹു വിലക്ക് വാങ്ങുന്നത്? സ്വർഗത്തിന്റെ വില എന്താണ്? അൻഫുസഹും വഅംവാലഹും. നമ്മുടെ ജീവിതം, നാം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് സമ്പാദിക്കുന്ന നമ്മുടെ സമ്പത്ത്, അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ജീവിതം നൽകി വാങ്ങേണ്ടതാണ് എന്ത്? സ്വർഗം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി നോക്കൂ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. എന്താണ് സ്വർഗത്തിന്റെ സവിശേഷത എന്നോ? സ്വർഗത്തിലേക്ക് എപ്പോഴാണ് നമ്മൾ പോവുക?
എപ്പോഴാണോ മരണം നമ്മുടെ ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നത്, അത് മുതൽ സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് അരിച്ചരിച്ചു കയറും. മരണം വരിക്കുന്ന നേരം മുതൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലം അനുഭവിച്ചാസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് നഫ്സുൻ തയ്യിബ, പരിശുദ്ധാത്മാവാണെങ്കിൽ അവിടെ നിന്ന് തന്നെ കിട്ടും. ഖബറിൽ വെക്കണോ? വിചാരണ കഴിയണോ? ഇല്ല. മരണനേരത്ത് തന്നെ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയാണെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരണം അത്ര ആസ്വാദ്യകരമാകും ഒരു നല്ല വ്യക്തിയാണെങ്കിൽ. നഫ്സുൻ തയ്യിബ, പരിശുദ്ധാത്മാവിന്റെ ഉടമകളാകണം നമ്മൾ. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെയാകണം. ഇപ്പോൾ അങ്ങനെയല്ലേ? അങ്ങനെയാകണം. അങ്ങനെയുള്ള ആളുകൾ ഇവിടുന്ന് മരിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ നമുക്ക് ചുറ്റും വട്ടമിട്ടിരുന്ന് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്വർഗീയ ഉടയാടകൾ, സുഗന്ധം വമിക്കുന്ന ഉടയാടകൾ നിവർത്തിവെച്ച് നമ്മുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പതുക്കെ ഊരിയെടുക്കുകയാണ്. റസൂൽ ഉപമിച്ചത് എങ്ങനെയാണെന്നോ? ഒരു കൂജയിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിക്കുന്ന പോലെ. ഏറ്റവും സമാധാനപൂർണമായ മരണം വരിച്ച വ്യക്തി ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരായിരിക്കും? ആരാ പറഞ്ഞേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് പോലും ആ അന്ത്യവേളയിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ വേദന അനുഭവിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവിൽ നിന്ന് സുഗന്ധം ഉയർന്നു പൊങ്ങുന്ന പോലെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മലക്കുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. എന്നിട്ടും ആ വേദന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു. അവിടുന്ന് അനുഭവിക്കാൻ നമ്മൾ സ്വർഗത്തിന് എത്ര തട്ടുകളുണ്ട്. നമുക്ക് പോകാനുള്ള സ്ഥലല്ലേ? പരിചയപ്പെടണ്ടേ? സ്വർഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആരാണ്? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ. എത്ര തട്ടുകളുണ്ട് സ്വർഗത്തിന്? പറഞ്ഞോളൂ. എത്ര തട്ടുകളുണ്ട്? 7. ശരിയായ ഉത്തരം പറയുന്ന ആൾക്ക് ഇപ്പൊ ഒരു സമ്മാനം. നമുക്ക് പോകാനുള്ള സ്ഥലത്തെ കുറിച്ചൊരു ഐഡിയ വേണ്ടേ? സ്വർഗത്തിലെ കാലാവസ്ഥ എന്താണ്? നിങ്ങൾ ടൂർ പോവുകയാണെങ്കിൽ ഊട്ടിക്കാ തണുപ്പാ, എന്നാ സെറ്ററൊക്കെ എടുക്കണം, മറ്റൊന്ന് മറിച്ചാന്നൊക്കെ പറയാറില്ലേ? അവിടെ എന്ത് ഭക്ഷണം കിട്ടുന്നൊക്കെ ആലോചിക്കാറില്ലേ? ഇതുവരെ ഗോള് സെറ്റ് ചെയ്തിട്ട് സംഗതി അറിയണില്ലേ? പറഞ്ഞോളൂ. 8 കവാടങ്ങളല്ല, എത്ര ദറജകളുണ്ട്. ഖുർആൻ സ്വർഗത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ എല്ലാം പറഞ്ഞത് എന്താണെന്നോ? വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലൂ. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിലെ പരീക്ഷയുടെ റിസൾട്ട് അനുസരിച്ച് നിങ്ങൾക്ക് എന്തുണ്ട്? അവിടെ പദവികളുണ്ട്. എത്ര പദവികളുണ്ട്? പറഞ്ഞോളൂ. 100 പദവികളുണ്ട്. ഇനി മറക്കണ്ട. സ്വർഗത്തിലെ കാലാവസ്ഥ എന്താണ്? സ്വർഗത്തിലെ? ഇവിടുന്ന് വല്ല വസ്ത്രം കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ആകെ 3 തുണി ഉണ്ടാകുള്ളൂ. അതിന് ഒരുമിച്ച് പോകും. ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ തുണിയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും പരിപൂർണ നഗ്നപാതരായി അള്ളാഹുവിന്റെ തിരുമുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവിടുത്തെ കാലാവസ്ഥ എന്താണ്? ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറാ. ഓതിക്കൊടുക്കണം നിങ്ങൾ. സ്വർഗം ലക്ഷ്യം വെച്ച് നമുക്ക് സ്വർഗത്തിന്റെ കാലാവസ്ഥ അറിയണം. സമയം കഴിഞ്ഞു. നോക്കൂ നിങ്ങൾ, അവിടെ അത്യുഷ്ണമില്ല, അതിശൈത്യമില്ല. അവിടെ AC വേണ്ട. പിന്നെയോ, നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ. നിങ്ങളുടെ മനസ്സുകൾ കൊതിച്ചതെല്ലാം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ കിട്ടുന്നുണ്ടോ? പൂവണിയാത്ത സ്വപ്നങ്ങൾ,
നേടാനാവാത്ത ആഗ്രഹങ്ങൾ, എത്രയെത്ര അഭിലാഷങ്ങളും അഭീഷ്ടങ്ങളും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മയ്യത്തിന് ചുറ്റും ചിതറിക്കിടക്കുന്നു. നേടാനാവാത്ത ആഗ്രഹങ്ങളാണ്. നമ്മുടെ ആഗ്രഹങ്ങളും അഭീഷ്ടങ്ങളും അഭിലാഷങ്ങളും ആശകളും എല്ലാം പൂവണിയുന്ന ലോകമേതാണ്? സ്വർഗലോകം. അവിടെ ദുഃഖമില്ല, വ്യസനമില്ല, സങ്കടമില്ല, അവിടെ സന്തോഷം മാത്രം. അവിടെ നിങ്ങൾക്ക് എമ്പാടും തിന്നാം. അവിടെ വിശപ്പില്ല, ദാഹമില്ല. പിന്നെ എന്തിനാ തിന്നുന്നത്? എന്തിനാ കുടിക്കുന്നത്? ചോദിക്ക്, എന്താ ചോദിക്കാത്തത്? അവിടെ വിശപ്പില്ല, ദാഹമില്ല, പിന്നെന്തിനാ തിന്നുന്നത്? അവിടെ വിശപ്പ് മാറാനല്ല തീറ്റ, പിന്നെയോ ആസ്വദിക്കാനാണ് തീറ്റ. ദാഹം മാറാനല്ല. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒരു ഭക്ഷണവും നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നില്ല, ഒരു പാനീയവും ആസ്വദിച്ച് കുടിക്കുന്നില്ല. അതിനാണ് എന്ത്? സ്വർഗത്തിലെ ഭക്ഷണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം മറക്കരുത്. എന്താണ് ഈ യാത്രയിലെ ലക്ഷ്യം? സ്വർഗം നേടുക, അതിലെ ഉന്നതമായ സ്ഥാനം തന്നെ നൽകുക. ഉന്നതമായ സ്ഥാനം തന്നെ ലക്ഷ്യം വെക്കുക. ഉന്നതമായ സ്ഥാനം എന്താ? 100 ദർജല്ലേ? അതിലെ ഒന്നാമത്തെ ദർജ എന്താ? ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ജന്നത്തുൽ ഫിർദൗസുൽ അഅല, പരമോന്നതമായ പറുദീസ അതെവിടെയാണെന്നോ? തഹ്ത അർശിർ റഹ്മാൻ, പരമകാരുണികനായ പടച്ച തമ്പുരാന്റെ അർശിന്റെ നേരെ താഴെ. വമിൻഹാ തതഫജ്ജറു അൻഹാറുൽ ജന്ന, മറ്റ് 99 ദർജകളിലേക്കുമുള്ള അരുവികളും ഉറവകളും ആ ജന്നത്തുൽ ഫിർദൗസിൽ നിന്നാണ് ഉറവ പൊട്ടിയൊഴുകുന്നത്. മസലുൽ ജന്നത്തില്ലതി വഉദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. ഇതൊക്കെ അരുവികളാണ്. തേനരുവി, പാലരുവി, ശുദ്ധമായ വെള്ളത്തിന്റെ അരുവി. എന്തെല്ലാം വേണം? എങ്ങോട്ട് പോകാം? നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഈ ജീവിതയാത്രയുടെ അവസാനത്തിൽ അവിടെ നിന്ന് കണ്ടുമുട്ടാം. എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. അതും ഏത് പദവിയിൽ നിന്ന്? ജന്നാത്തുൽ ഫിർദൗസിൽ നിന്ന്. റഹ്മാനായ നാഥ, നീ ഈ സദസ്സിൽ ഞങ്ങളെ സമ്മേളിപ്പിച്ചതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ കവർന്നെടുത്ത സമയത്തിന് ക്ഷമ ചോദിക്കുന്നു.